ഗുഡ് മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയ ദൈവമക്കൾക്കും വീണ്ടും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ചയുടെ പകൽക്കാലം കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ലഭിച്ച ഈ അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ ഈ വർഷം പുനഃസ്ഥാപനത്തിൻ്റെ യഥാസ്ഥാപനത്തിൻ്റെ വർഷമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇതേക്കുറിച്ച് അല്പമായിട്ട് ചിന്തിച്ചു. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായത്തിൽ കർത്താവ് പരാജിതനായ തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് താൻ പുറത്തായി എന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കൂടെ നടന്ന് സകല അത്ഭുതങ്ങളും കണ്ട് ശിഷ്യന്മാരുടെ നേതാവ് എന്ന നിലയിലൊക്കെ തിളങ്ങി എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന പത്രോസ് ഒന്നുമല്ലാതായി തീർന്ന സ്ഥാനത്ത് നിന്ന് അവനെ കർത്താവ് എങ്ങനെ പൊക്കിക്കൊണ്ട് തിരികെ അവൻ്റെ നിയോഗത്തിലേക്ക് നടത്തി എന്നതാണ് നമ്മൾ ചിന്തിച്ചത്. ആമേൻ. ആ പത്രോസിനെ ദൈവം ഈ അനുതാപത്തിലേക്ക് നടത്തുവാൻ എന്തുകൊണ്ട് യേശുക്രിസ്തു പത്രോസിനെ തേടി വന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, ദൈവം നമ്മളെ റെസ്റ്റോർ ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ, റെസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആമേൻ. ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. There has to be a response from our side. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ പത്രോസിനെ സംബന്ധിച്ച് താൻ റെസ്റ്റോർ ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞിട്ടും പത്രോസിനെ തേടി യേശു വന്നത്? യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനായ യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. പക്ഷെ ആ യൂദയ്ക്ക് അങ്ങനൊരു അവസരം ലഭിച്ചില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നാമതായിട്ട് പത്രോസിനെ റെസ്റ്റോർ ചെയ്യാൻ യേശു തുനിഞ്ഞത്? യൂദയെക്കുറിച്ച് താൻ ക്രൂശിതനാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു കഴിഞ്ഞു, ആ നാശനോ യോഗ്യനല്ലാതെ വേറെ ആരും നശിച്ചു പോകത്തില്ല. അപ്പോൾ യൂദയെക്കുറിച്ച് യൂദ നശിച്ചു പോകുവാൻ പോകുന്ന വ്യക്തിയാണെന്ന് ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പ്രവചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പത്രോസിന് ആ ഒരു പ്രിവിലേജ് കിട്ടിയത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, പത്രോസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അവന് അഹങ്കാരത്തിൻ്റെ പുറത്തല്ല, എന്തെങ്കിലും എടുത്തിയാട്ടത്തിൻ്റെ പുറത്തല്ല, ആത്മാർത്ഥമായി തൻ്റെ ഹൃദയം കൊണ്ട് പത്രോസ് ആഗ്രഹിച്ച കാര്യമാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകില്ല. അത് പത്രോസിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്. പക്ഷേ ആ ക്രിട്ടിക്കൽ സമയത്ത്, ആ ക്രൂഷ്യലായിട്ടുള്ള ആ സമയത്ത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം, ഭയം മൂലം ഒക്കെ പത്രോസ് താൽക്കാലികമായി താൻ പരാജയപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യൂദയുടെ കാര്യം അങ്ങനല്ല. യൂദയ്ക്ക് നമ്മൾ മലയാളം വായിക്കുമ്പോൾ എല്ലാത്തിനകത്തും അനുദപിച്ചു എന്ന് കാണുന്നത്. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന്. മലയാളത്തിൽ എഴുതിയേക്കുന്നത് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അവൻ അനുദപിച്ചു. മലയാളത്തിൽ അനുദപിച്ചു എന്ന് എഴുതിയേക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് when Judas who had betrayed him realized that Jesus had been condemned to die, he was filled with remorse. He was filled with remorse. റിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അനുതാപമെന്നല്ല, അതിനർത്ഥം കുറ്റബോധം എന്നാണ്. ഗിൽറ്റ് കോൺഷ്യസ്നെസ് എന്നാണ്. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ബോധമുണ്ട് അതിനകത്ത്. അനുതാപത്തിനകത്തും അതുണ്ട്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള വിചാരം അനുതാപത്തിനകത്തുണ്ട്. പക്ഷെ റിമോസും റിപ്പൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം, ഇവൻ എന്തുകൊണ്ടാണ് കുറ്റബോധം ഉണ്ടാകുന്നത്, അതുകൊണ്ടുള്ള വിഷമം ഇവൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇനി എനിക്കെന്ത് സംഭവിക്കും? ഞാൻ തെറ്റ് ചെയ്തു, ഇനി അടുത്തത് എനിക്ക് വരാൻ പോകുന്ന
പ്രത്യാഘാതം എന്താണ് എന്നുള്ളതാണ് അവൻ്റെ വിഷമത്തിൻ്റെ കാരണം. അല്ലാതെ ഇവൻ ചെയ്തത് കാരണം മറ്റൊരാൾക്കുണ്ടായ വിഷമമല്ല. ഇവന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലേ? ഒരു ഒരു കള്ളൻ ഒരു സാധനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാവും. പക്ഷെ എന്താ അവൻ്റെ കുറ്റബോധത്തിൻ്റെ കാരണം? എന്നെ പോലീസ് പിടിക്കുമോ, ഞാൻ ജയിലിൽ പോവോ അല്ലേ എന്നുള്ളതാണ് അവൻ്റെ കുറ്റബോധത്തിൻ്റെ അവന് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. എന്നാൽ അനുതാപം അങ്ങനെയല്ല. അനുതാപം, ഞാൻ ചെയ്തത് ശരിക്കും തെറ്റായിപ്പോയി, ഞാനത് ചെയ്യുവാൻ പാടില്ലായിരുന്നു, ഇനി ഞാനത് ചെയ്യുകയില്ല. ആമേൻ. അതുമാത്രമല്ല, ഞാൻ ചെയ്തതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് റൈറ്റ്. ഇതാണ് അനുതാപം, ഇതാണ് യഥാർത്ഥ അനുതാപം. ദിസ് ഈസ് ട്രൂ റിപ്പൻറ്റൻസ്. യൂദയ്ക്ക് പത്രോസിന് ലഭിച്ചതുപോലെ ഒരു അവസരം ലഭിക്കാതെ പോയതിൻ്റെ കാരണം അവനുണ്ടായ യഥാർത്ഥ അനുതാപമല്ലായിരുന്നു. കാരണം ഇവനിത് പലപ്പോഴും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അവൻ വിചാരിച്ചത് അന്നത്തെ പോലെ യേശു രക്ഷപ്പെട്ടു പൊക്കോളും. പല പ്രാവശ്യം ആൾക്കാർ യേശുവിനെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. യേശു അവരുടെ എല്ലാം നടുവിൽ കൂടി നടന്നു പോയിട്ടുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് ചുളുവിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം, ഞാൻ പൈസ വാങ്ങിക്കും, പക്ഷേ ഇവന്മാർക്ക് എന്തായാലും യേശുവിനെ പിടിക്കാൻ പറ്റത്തില്ല, യേശു രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ് യൂദ ഇത് ചെയ്തത്. അപ്പം അന്ന് യേശു രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഇവനിത് പിന്നെ ചെയ്തേനെ അല്ലേ? അതാണ് യൂദയുടെ കുറ്റബോധവും പത്രോസിൻ്റെ അനുതാപവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളെ ദൈവത്തിന് റെസ്റ്റോർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ഇസ് ട്രൂ റിപ്പൻറ്റൻസ്. ആമേൻ. യഥാർത്ഥമായ ഒരു അനുതാപത്തിൻ്റെ ഹൃദയം, നമ്മുടെ ഹൃദയം അനുദപിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ റെസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് ഹി ലുക്സ് അറ്റ് അവർ ഹാർട്ട്. ഹി ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് അവർ ഫെയിലിയേഴ്സ്. നമ്മളുടെ പരാജയങ്ങളെ നോക്കി നമ്മളെ കുറ്റം പറയുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. നമ്മൾ പരാജയപ്പെട്ടു പോയെങ്കിലും യഥാർത്ഥമായി ആ പരാജയത്തിൽ നിന്ന് തിരിച്ചു വരുവാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ നിങ്ങളെങ്കിൽ നമ്മളെ തേടി വരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പത്രോസിനെ തേടി യേശു തിരികെ വരികയാണ്. പത്രോസിനെ തേടി യേശു തിരികെ വരികയാണ്. ഇത് കഴിഞ്ഞിട്ട് യേശു പലരെയും റെസ്റ്റോർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. രണ്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് അവർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന യാത്രയിലാണ്. ആ യാത്രയിൽ വെച്ചാണ് യേശു അവരോട് കൂടെ നടക്കുന്നത്. യേശു അവരോട് കൂടെ ചെന്ന് അവരെയും തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയ നടക്കുകയാണ്. അവരോട് യേശു പറയുന്നത് നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ യേശുവിനോട് ഇതേക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. 24 വാക്കുകളൊന്ന് വായിക്കാമോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. പത്രോസിനെ റെസ്റ്റോർ ചെയ്തത്, മോനെ നിനക്കെന്നോട് സ്നേഹമുണ്ടോ, നിനക്കെന്നോട് സ്നേഹമുണ്ടോ, നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഇവിടെ രണ്ടുപേരോട് പറയുന്നത് യു ഇഡിയറ്റ്സ് അല്ലേ? എന്താണ്? അല്ലയോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ന ബുദ്ധികളെ. നമുക്കറിയാം ആഫ്റ്റർ ഫ്യൂ വേഴ്സസ് ദേ ഗെറ്റ് റെസ്റ്റോർഡ് ആൻഡ് ദേ ഗോ ബാക്ക്. ഹല്ലേലൂയ. അപ്പൊ ചിലരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ റെസ്റ്റോറേഷൻ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ചിലരുടെയൊക്കെ വിചാരമുണ്ട് ഈ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായിട്ട് അല്ലേ, എല്ലാം ദേഷ്യപ്പെടാനൊന്നും പാടില്ല. നമ്മുടെ ഈ തിരുവല്ല ചർച്ചിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു കോൺട്രാക്ടറുണ്ട്. ഇവൻ പണി തീർക്കാന്ന് പറയുന്ന സമയത്തൊന്നും പണി തീർക്കുന്നില്ല. അപ്പം നിങ്ങൾക്കറിയാം, എനിക്ക് ആ സമയത്ത് ഹാർട്ടിൻ്റെ ഈ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. എന്നോട് പ്രത്യേകം പറഞ്ഞേക്കുന്നത് ഷൗട്ട് ചെയ്യരുത്, ശബ്ദം ഉയർത്തി സംസാരിക്കരുതെന്ന് പറഞ്ഞേക്കുവാണ്. ഇവൻ രാവിലെ അവനും ഉണ്ട്, അവൻ്റെ കൂട്ടത്തിൽ ഒരു പണിക്കാരനുണ്ട്. ഒരു ദിവസം എൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് പോയി. ഇവൻ പറയുന്ന സമയത്തൊന്നും പണി തീർക്കില്ല. ഞാൻ ഇവനെ സഭ്യമായ ഭാഷയിൽ പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു.
അപ്പോൾ ഇവനൊരു വിശ്വാസിയാണ് സത്യത്തിൽ. അവൻ പറയാം, അവനോട് ചോദിക്കുക, നിങ്ങളൊരു പാസ്റ്റർ അല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? ഞാൻ ചോദിച്ചു, നീ ഒരു വിശ്വാസിയല്ലേ, വിശ്വാസി പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? സത്യത്തിൽ എൻ്റെ ഈ ശബ്ദം ഉയർത്തി ഒരു നിമിഷം എൻ്റെ ഹാർട്ട് നിന്നു പോയി എനിക്ക് തോന്നി. അപ്പോഴാണ് നിർത്തിയത്. അതുവരെ ഐ വാസ് ഷൗട്ടിങ്. അപ്പോൾ മെനി പീപ്പിൾ തിങ്ക് ജീസസ് വാസ് വെരി കാം അല്ലേ, ഒന്നും പറയത്തില്ല, എല്ലാം ഓക്കെ മോനെ എന്ന് പറഞ്ഞ് വിടും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്. അങ്ങനെയല്ല. ചിലപ്പോൾ റെസ്ട്രേഷന് ചിലപ്പോൾ ചാട്ടവറ എടുക്കേണ്ടി വരും, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിളിക്കേണ്ടി വരും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വി സി റെസ്റ്റോറേഷൻ. ഇത് ഈ യേശുവിനെ വിട്ടുപോയ ശിഷ്യന്മാരെ എല്ലാം യേശു അവിടെ റെസ്റ്റോർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് അതിനകത്ത് വേണ്ട എന്താണ്? നമുക്ക് അനുതാപമുള്ള ഒരു ഹൃദയമാണ്. യഥാർത്ഥ ഒരു അനുതാപം നമുക്ക് ഉള്ളപ്പോഴാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഞാൻ നേരത്തെ പറഞ്ഞു, റെസ്റ്റോറേഷനകത്ത് ദർ ഹാസ് ടു ബി സംതിങ് ഫ്രം അവർ സൈഡ്. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് പഠിക്കണമെങ്കിൽ ഈ വചനം റെസ്റ്റോറേഷനെ കുറിച്ച്, സ്ഥാപനത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ആമേൻ. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. The fig trees and the grape vines will be loaded down once more. Amen. അവിടെ കിങ് ജെയിംസിൽ കൊടുത്തേക്കുന്നത്, be not afraid, ye beasts of the field, for the pastures of the wilderness do spring, for the tree bears a fruit, the fig tree and the vine do yield their strength. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, the fig tree and the vine will be restored. അത്തിവൃക്ഷം എന്ന് വചനത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു ഇസ്രായേൽ. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആണ് വചനത്തിൽ പലപ്പോഴും അത്തിവൃക്ഷം എന്ന് സൂചിപ്പിക്കുന്നത്. ആമേൻ. ഇസ്രായേൽ എന്ന രാഷ്ട്രം അത്തിവൃക്ഷമാണെങ്കിൽ മുന്തിരിവള്ളി അല്ലെങ്കിൽ വൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചർച്ച്. ആമേൻ. അപ്പോൾ ഇവിടെ പ്രവാചകനായ യോവേൽ വിളിച്ചു പറയുന്നത് അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും യഥാസ്ഥാനപ്പെടുവാൻ പോകുന്നു, അതിനെ പുനഃസ്ഥാപിക്കുവാൻ പോകുന്നു, അതിനെ they are going to get strength once again. They are going to be lauded once again. Hallelujah. ഒന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ആ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപനം, മറ്റൊന്ന് ദൈവസഭയുടെ ആത്മീകമായ പുനഃസ്ഥാപനം. ഹല്ലേലൂയ. Are you with me? ഇസ്രായേൽ എന്ന രാഷ്ട്രം, അതിൻ്റെ പുനഃസ്ഥാപനം. 2, സഭ, ദൈവത്തിൻ്റെ സഭ എന്ന മുന്തിരിവള്ളി, അതിൻ്റെ പുനഃസ്ഥാപനം. അപ്പോൾ യോവേൽ പ്രവാചകൻ ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ്. നമുക്കത് പിന്നാലെ ചിന്തിക്കാം. അവിടെ അതിൻ്റെ ഒരു ലക്ഷണമെന്ന് പ്രവാചകനിലൂടെ ദൈവം പറയുന്ന ഇതാണ്: അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും ഫലം കായ്ക്കും, അത് റെസ്റ്റോർ ചെയ്യപ്പെടും, അത് ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ മത്തായി സുവിശേഷം 24:32 വായിക്കാമോ? 24:32. ഐ തിങ്ക് ഇറ്റ് ഇസ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തടുക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത വാക്യം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു കുറെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആകാശത്ത് കുറെ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, എൻ്റെ വരവ് അടുത്തു. അതിന് ഉദാഹരണമായിട്ട് യേശു പറയുന്നത്, അത്തിയെ നിങ്ങൾ നോക്കണം.
അത്തിയുടെ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾക്കറിയാം. ആമേൻ. അപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രം റെസ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ, അത് ശക്തി പ്രാപിക്കുമ്പോൾ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൈ കമ്മിങ് ഇസ് നിയർ. ഹല്ലേലൂയ. അപ്പോൾ ദർ ഈസ് എ നാഷണൽ റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ ആൻഡ് ദർ ഈസ് എ സ്പിരിച്വൽ റെസ്റ്റോറേഷൻ ഓഫ് ദ ചർച്ച്. ഹല്ലേലൂയ. അപ്പോൾ ഈ റെസ്റ്റോറേഷൻ നടക്കണമെങ്കിൽ, ഈ റെസ്റ്റോറേഷൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് there is a contribution that we have to give from our side. ഹല്ലേലൂയ. നമ്മളല്ല ഇത് ചെയ്യുന്നത്, ഇത് ദൈവമാണ് ചെയ്യുന്നത്. അതിൻ്റെ യോവേൽ പ്രവചനം 2:, അതിന് മുമ്പൊരു വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, ഇത് ഞാൻ തന്നെ എൻ്റെ നാമനിമിത്തം ഞാൻ ഇത് ചെയ്യും. 2-ാം അധ്യായം 2 അതിന് മുമ്പൊരു വാക്യം, ആ വാക്യം എൻ്റെ റെഫറൻസ് മാറിക്കിടക്കുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്, എൻ്റെ നാമനിമിത്തം ഞാനിത് ചെയ്യും. ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങളെ ഓർത്തിട്ടല്ല, എന്നെ ഓർത്തിട്ടാണ് ചെയ്യുന്നത്. ഇഫ് somebody finds it, just read it. എൻ്റെ നാമനിമിത്തം ഞാനിത് ചെയ്യും. അപ്പൊ ഇത് ചെയ്യുന്ന ആരാണ്? ചെയ്യുന്ന ആരാ? വിട്ടുപോയ? ഹലോ, who's doing it? God is the one who's doing that, right? ഇത് ചെയ്യുന്ന ദൈവമാണ്, right? പക്ഷെ ഇതിനകത്ത് ദൈവം ഇത് ചെയ്യുമ്പോൾ there has to be a response from our side. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ റെസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാകാൻ പോകുന്നത്, അത് ഫലിക്കുവാൻ പോകുന്നത്. ഓക്കെ, സോ എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം, ഐ തിങ്ക് ഇറ്റ് ഈസ് എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമാണ്. സോറി, എസെക്കിയേൽ 32:22. അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധനാമ നിമിത്തമത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ വിശുദ്ധനാമം. Why is God doing this? He's doing it for His name. He's not doing it for anything else. He's doing it for His name. അപ്പോൾ ഇവിടെ ഈ എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിലാണ് ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, ഐ എം ഗോയിങ് ടു റെസ്റ്റോർ യു. ആമേൻ. ഇസ്രായേല് പ്രവാസത്തിലാണ്, അവർ കഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഹീസ് ഗോയിങ് ടു റെസ്റ്റോർ ദം. അവരോട് എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്ന പ്രവചനമാണ്. അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? വളരെ ശ്രദ്ധിച്ച് ഇത് വായിക്കുകയാണ്. ഇത് 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. We don't have time to read it again, but so read it carefully. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാ
ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. ഞാൻ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിലെ വിളവും വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം ഇസ്രായേലിന് കൊടുക്കുന്ന വാഗ്ദത്തമാണ്, ഐ എം ഗോയിങ് ടു റെസ്റ്റോർ യു. ഈ 7 വാക്യത്തിനകത്ത് എത്ര ഐവിലുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. 24 വാക്യം ഒന്നിട്ടെ. 24. I will gather you and I will bring you home. Amen. അവിടെ and will bring you into your own land. I will sprinkle the clean water upon you. I will cleanse you. I will give you. I will put a new spirit upon you. I will take away your stony heart. I will give you a new heart of flesh. I will put my spirit within you. I will be your God. I will save you. I will call you. I will increase you. I will multiply you. ആ 7 വാക്യങ്ങൾക്കകത്ത് 14-15 പ്രാവശ്യം ദൈവം പറഞ്ഞു, I will do it. Hallelujah. Who is doing this? God is doing this. എന്തിനാ ദൈവം ഇത് ചെയ്യുന്നത്? For his name's sake. Hallelujah. എൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എൻ്റെ 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 37. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ശൂന്യമായി ആമേൻ. അവിടെ KJV വളരെ രസകരമായിട്ട് എഴുതിയിരിക്കുന്നത് 37-ാമത്തെ വാക്യം. Thus says the Lord God, I will yet for this be enquired of by the house of Israel. ഇതൊക്കെ ആര് ചെയ്യുമെന്ന് ദൈവം പറഞ്ഞത്? ഞാൻ ചെയ്യും. റൈറ്റ്? എന്തിനു ചെയ്യും? എൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യും. പക്ഷേ I want the people of Israel to call out to me. Amen. അവരെന്നെ ഒന്ന് അന്വേഷിക്കണം. They need to seek me. Right? And when they do that, I'm going to increase them. Hallelujah. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? See, everything is done by God. We don't have anything in this. Right? He said, I'm going to do it for my name. And I will do all these things. And in the end, he says, ഇതൊക്കെ ചെയ്യുന്ന ഞാനാണ്. ഞാൻ എൻ്റെ നാമത്തിന് വേണ്ടിയാണ് ചെയ്തത്. But I want you to do something. Hallelujah. You need to seek me. You need to inquire of me. And then I'm going to do this. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാൻ 21-ന്റെ 9-10 വാക്യങ്ങൾ. കരയ്ക്ക് കയറിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ്. ഇവർ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് കരയ്ക്ക് കയറുന്നപ്പോൾ യേശു ഓൾറെഡി അവിടെ തീക്കന ബാർബിക്യൊക്കെ സെറ്റ് ചെയ്ത് അപ്പമൊക്കെ ചുട്ട് മീനെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാ കർത്താവ് പറയുന്നത് ഇപ്പം പിടിച്ച മീൻ കൂടെ കുറച്ച് കൊണ്ടുവരാൻ? പിന്നെ ആ മീനും കൂടെ കുറച്ചിങ്ങോട്ട് എടുത്തോ എന്ന് പറയേണ്ട കാര്യം എന്താ? ഇതിപ്പോൾ എന്തായാലും യേശു കൊണ്ടുവന്ന മീൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കണമെന്നൊന്നും അല്ലല്ലോ. അന്നേരം എപ്പോഴേലും പിടിച്ച മീൻ തന്നെ ആയിരിക്കുമല്ലോ, ഫ്രഷ് മീനാണേ. പിന്നെ എന്തിനാ യേശു പറഞ്ഞത് നീ പിടിച്ച മീനോടെ കുറച്ച് കൊണ്ടുവരാൻ? ഈ യേശു കൊണ്ടുവന്ന അല്ലെ യേശു ഇവർക്ക് വേണ്ടി ഒരുക്കി വെച്ച സാധനം കൂടെ അതം കൊടുത്താൽ പോരായിരുന്നു? When God does something for you, He always give you a chance to participate. Hallelujah. ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതല്ല. He can do it by himself. എൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ ചെയ്യും, I will do it.
but he wants you to participate. He wants you to be a part of that. Hallelujah. And many times we forget this. Hallelujah. അപ്പോൾ ഈ റെസ്റ്റോറേഷനകത്ത് നമ്മുടെ പാട്ടെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഐ മീൻ വി ആർ നോട്ട് ഡൂയിങ്, നമ്മൾ മലമറിക്കുന്ന പണിയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ വാട്ട് എവർ വി ഡു, നമ്മൾ ചെയ്യുന്ന എന്തായാലും ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഗോഡ് ഓണേഴ്സ് ദാറ്റ്. ആൻഡ് ദാറ്റ് ഈസ് നെസസറി ഫോർ റെസ്റ്റോറേഷൻ. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യം. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എപ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? വെൻ വർ യു ബോൺ അഗെയിൻ? മറന്നുപോയോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോഴാണ്. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സകല പാപങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അന്ന് നിങ്ങൾ ജനിച്ചിട്ടില്ല. ആമേൻ. പക്ഷെ നിങ്ങളുടെ സകല പാപങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തു പരിഹാരം വരുത്തി. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഇത് നിങ്ങൾക്കിത് കിട്ടുന്ന എപ്പോഴാണ്? ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം തന്നു. ഈ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞാൻ അവനെ വിശ്വസിക്കുമ്പോൾ ആ രക്ഷ എനിക്ക് ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങൾ ക്രൂശിൽ കയറിയില്ല, നിങ്ങൾ അടികൊണ്ടില്ല, നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങിയില്ല. നിങ്ങൾ ചെയ്തത് വിശ്വസിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഹല്ലേലൂയ. ദാറ്റ്സ് ദ ഓൺലി തിങ് യു ഡിഡ്. ബട്ട് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Without that, you can't be saved. Are you with me? You can't be saved. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. Without that, he cannot be saved. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അവൻ മരിച്ച് അടക്കപ്പെട്ടു. അതാണ് സ്നാനത്തിൻ്റെ അതാണ് സ്നാനം സൂചിപ്പിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ until I do this, I can't get this. ഞാനത് ചെയ്യുന്നത് വരെ അതുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. ആമേൻ. നിങ്ങൾ എന്നാ സൗഖ്യമായത്? When were you healed? എന്നാ നിങ്ങൾ സൗഖ്യമായത്? അസുഖം വന്നപ്പോഴോ? എനിക്ക് വേണ്ടി യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ കണ്ടാൽ ആളറിയില്ല എന്ന വിധത്തിൽ അവൻ തകർക്കപ്പെട്ടപ്പോഴാണ് ഞാൻ സൗഖ്യമായത്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ ടൈം when I was healed. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില ആളുകൾ രോഗം വരുമ്പോൾ പറയും, ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അവൻ എന്നെ സൗഖ്യമാക്കും. I'll be healed if it is the will of God. അത് പറയുന്ന കേട്ട അപ്പം മനസ്സിലായിക്കോളും ഇവന് ദൈവമായിട്ട് ഒരു ബന്ധമില്ല. His heart is the farthest possible from God. ഇവന് ദൈവത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടുന്നു. Amen. Because my God gave me the healing when he died on the cross. എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചപ്പോഴാണ് എൻ്റെ രോഗത്തിൻ്റെ ശിക്ഷയും അവൻ ഏറ്റുവാങ്ങിയത്. ഹല്ലേലൂയ. അപ്പൊ ഇത് ദൈവത്തിന്റെ ഹിതമാണോ ഇല്ലയോ എന്ന് ഇപ്പോഴും നിനക്ക് അറിയത്തില്ലെങ്കിൽ you don't know God. Hallelujah. See, every promise of God, ഇതൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യമല്ല. This is all from God, but it requires a response from our side. Amen. Divine healing നിനക്ക് വേണോ? You have to claim it. You have to know that God has already done this and I'm claiming this. Hallelujah. I'm going to go with God. ഇതില്ലാതെ we can't claim the promises of God. There has to be something from our side. പലരും നമ്മൾ യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. യേശു ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ വിചാരിക്കും he was violating the natural order, അല്ലേ? He was ഈ പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുകയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? But he was not violating natural order. He was actually reinstating natural order, അല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കുരുടനായിട്ടാണോ സൃഷ്ടിച്ചത്? മുടന്തനായിട്ടാണോ സൃഷ്ടിച്ചത്? ഹല്ലേലൂയ. രോഗിയായിട്ടാണോ സൃഷ്ടിച്ചത്? പക്ഷപാതക്കാരനായിട്ടാണോ? കുഷ്ഠരോഗിയായിട്ടാണോ സൃഷ്ടിച്ചത്? അല്ല. So when Jesus is healing him, what is he doing?
He's restoring them. Hallelujah. Hallelujah. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്? രോഗികളെ സൗഖ്യമാക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. He is restoring the order. Hallelujah. And yet you say, oh, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ എനിക്ക് സൗഖ്യമായ മതി. You don't know God. നമ്മൾ പലരും പറയുന്നത് ദൈവത്തിന് ഈ നമ്മൾ കഷ്ടപ്പെടുന്നത് കാണാൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. Right? നമ്മുടെ he wants to see his children struggling. അപ്പോൾ അതിലൂടെ അവര് നല്ല പിള്ളേരായി മാറും. I'm not denying that, that all makes changes in this. But do you know that God hates struggling? Do you know that God hates to see his people go through this? ഈ കഷ്ടപ്പാടിൻ്റെയും അടിച്ചമർത്തലും ഒക്കെ ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് എത്ര പേർക്ക് അറിയാം? Hallelujah. Just use simple logic, common sense. ദൈവത്തിന് ഇത് ഇഷ്ടമായിരുന്നെങ്കിൽ why did he come down? Amen. എന്തിനാ പിന്നെ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് he fought against it and he overcame it? Hallelujah. If he was okay with this, why would he go through all this? He would just sit there, okay, let my people go through this, I'll sit back and enjoy. He came down. Hallelujah. നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. എന്താ ഈ ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞാൽ? യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമി വന്നു, അതുകൊണ്ട് നമ്മുടെ കൂടെ ആണെന്നാണോ? No. It means he is in this and he is with us. He is going through the same problem that we are going through. And he is for us. Hallelujah. When will you understand this? He doesn't want you to struggle. He doesn't want you to be oppressed. He wants the best for you. He wants you to be restored. That's why he died. Hallelujah. And for this to happen, there has to be something from our side. നമ്മുടെ ഭാഗത്ത് നിന്ന് we have to do. It's not a big thing, but there has to be a response. Right? When God does something, there has to be a free will response from our side. അത് രക്ഷയുടെ കാര്യത്തിലായാലും സൗഖ്യത്തിന്റെ കാര്യത്തിലായാലും, for restoration of anything in your life, there has to be a response from our side. Hallelujah. Hallelujah. യോവേൽ പ്രവചനം 2-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത് കുറച്ചു മുമ്പ്. യോവേൽ പ്രവചനം ആകെ 3 അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 1-ാമത്തെ അധ്യായം ഇറ്റ്സ് അബൌട്ട് ദ ഡിസ്ട്രക്ഷൻ, ഇറ്റ്സ് അബൌട്ട് ദ ഡെസലേഷൻ, ഇസ്രായേലിൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. Second chapter talks about the restoration and the third chapter talks about the judgment. Hallelujah. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച ആ വാക്യം, അത് ഇവരെ എങ്ങനെ ദൈവം റെസ്റ്റോർ ചെയ്യാൻ പോകുന്നു, എങ്ങനെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നു, എങ്ങനെ തിരികെ കൊണ്ടുവരാൻ പോകുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു അധ്യായമാണ് 2-ാം അധ്യായം. ആമേൻ. 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. Hallelujah. Hallelujah. Amen. And I will, verse 25, I will restore to you the years that the locust has eaten, the cankerworm and the caterpillar and the palmer worm
My great army which I sent among you, and you shall eat in plenty and be satisfied, and praise the name of the Lord your God that has dealt wondrously with you, and my people shall never be ashamed. Hallelujah. Hallelujah. അത്തിവൃക്ഷവും ഇസ്രായേൽ എന്ന രാഷ്ട്രവും മുന്തിരിവള്ളിയും സഭ അതിൻ്റെ ആത്മീയ പുനരുദ്ധാനവും പുനഃസ്ഥാപനവും ഇതേക്കുറിച്ചാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് കൊടുക്കുന്ന വാഗ്ദത്തമാണ്. ആമേൻ. But it is equally applicable to us. Hallelujah. It is equally applicable to the church. Hallelujah. നമ്മുടെ ഭൗതികമായ റെസ്റ്റോറേഷൻ നടക്കണമെങ്കിൽ അതിനു മുമ്പ് there has to be a spiritual restoration. Hallelujah. There has to be a spiritual restoration. When your spirit is restored, when you are restored spiritually, everything else will follow. അല്ലേ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. അല്ലെ? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. എപ്പോഴാ? When I get the priorities right. Amen. When I am spiritually restored, all these things shall be added unto you. Hallelujah. ഇതിന് ശേഷമാണ് അതിന്റെ 28ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതിന്റെ ശേഷം വായിച്ചേ. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. ഹല്ലേലൂയ. അതിന്റെ ശേഷം ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരം. ഏതിന്റെ ശേഷം? ഹല്ലേലൂയ. കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. ഏതിന്റെ ശേഷം? ആമേൻ. നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 1-ാം അധ്യായം ഇസ്രായേലിന്റെ തകർച്ചയാണ്. അവര് ദൈവത്തെ വിട്ട് അകന്നു നടന്നു, ദൈവത്തിന്റെ വഴികളിൽ നിന്ന് അകന്നു നടന്നു. വെട്ടുക്കിളിയും തുള്ളനും വന്ന് അവർക്കുള്ളതെല്ലാം നശിപ്പിച്ചു. അതിനെ തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ, യഹോവയോട് നിലവിളിപ്പീൻ. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. ഇനി 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമായുള്ളൊരു അനുഗ്രഹം വെച്ചേക്കില്ലയോ? ആർക്കറിയാം? സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരഞ്ഞും കൊണ്ട് യഹോവയെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നേൽപ്പിക്കരുതേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. അതിൻ്റെ ശേഷം ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അപ്പോ ഈ റെസ്റ്റോറേഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് അവരെ ദൈവം മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞെന്താണ്? ഫാസ്റ്റ് ആൻഡ് പ്രേ. ഹല്ലേലൂയ. ഫാസ്റ്റ് ആൻഡ് പ്രേ. Hallelujah. And then after that I will pour out my spirit on all the flesh. Hallelujah.
നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ല ദൈവം ഇത് ചെയ്യുന്നത്. He's doing it because of him. Because for my name's sake, I'm going to do this. And I will do this. But he wants a response from you. A response in faith from you. And that is praying and fasting. Hallelujah. എന്താ നിശബ്ദത? Hallelujah. He's writing here to Israel, the nation of Israel. He's writing here to the church. ഇത് മുന്തിരിവള്ളിയെയും അത്തിയെയും സംബന്ധിക്കുന്ന കാര്യമാണ്. It's not just for Israel. It is for Israel as a nation and the church for its spiritual restoration. Hallelujah. ഇതിനകത്ത് the leaders have a big role. ആമേൻ. അവിടെ പറയുകയാണ്, മൂപ്പന്മാരെ കൂട്ടിവരുത്തണം. പുരോഹിതന്മാർ പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരഞ്ഞുകൊണ്ട്, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ എന്ന് പറയട്ടെ. Hallelujah. There has to be a response. And ഇതിനകത്ത് the leaders have a big role. The pastors have a big responsibility. They have to come forward and make sure that everyone repents truly so that the restoration can begin. Hallelujah. I don't know how many of you are understanding this. And even if you understand, how many of you agree with this? But I'm talking from the scripture. I'm talking from the word of God. Hallelujah. Do you want to see a restoration? There has to be a response from you. And the Bible is very clear. And the Bible is very clear about this. Hallelujah. We have to humble. എന്താ ഈ ഉപവാസം എന്ന് പറയുന്നത്? What is fasting? What is fasting? ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ദിവസം ഉപവാസം എടുക്കും, കാര്യം നടന്നില്ല, അത് ഓക്കെ എന്നാൽ പിന്നെ 3 ആക്കിയേക്കാം, 3 നടന്നില്ല, 7 ആക്കിയേക്കാം, 7 നടന്നില്ല, 14 ആക്കി, 14 നടന്നില്ല, 21 40 നടന്നില്ല, എന്തോ ദൈവത്തിൻ്റെ കൈ പിടിച്ച് തിരിക്കുക, ഞാൻ ഇത് കിട്ടിയിട്ടേ നിർത്തൂ, അല്ലേ? Do you think you can do that with God? Hallelujah. പലപ്പോഴും നമ്മുടെ ചിന്ത ഉപവാസത്തെക്കുറിച്ച് ഇങ്ങനെയാണ്, ഞാൻ പിടിച്ച് മേടിക്കും, അല്ലേ? കൈ തിരിച്ച് ദൈവം തന്നിട്ട് ഞാൻ വിടത്തില്ല. എടാ കുഞ്ഞൻ, നീ അല്ല ദൈവം തരുന്നത്. Right? He has already given this. All you require is a free will response. സ്വന്തം ഇഷ്ടപ്രകാരം, God, thank you for what you're doing. Hallelujah. കർത്താവേ, നിന്റെ അപ്പവും മീനും എല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ ഒരെണ്ണം ഇരിക്കട്ടെ. This is the only thing that I can do. അല്ലെ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. So please accept this also with this. And for God it is so important. You think God doesn't care? For him it is so important because that is how you show your faith. That's how you show how you believe in God. And that is so important for God. Hallelujah. യെശയ്യാ പ്രവചനം 58 അധ്യായമാണ് ഉപവാസത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുള്ള ഏറ്റവും മനോഹരമായ അധ്യായം. അതിൻ്റെ 3-ാം വാക്യം തൊട്ട് വാക്യം. യെശയ്യാ 58 3 മുതൽ 3-4 വാക്യങ്ങൾ. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മദാനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങളുടെ ഉപവാസത്തെ പറ്റി, അവരുടെ ഉപവാസത്തെ പറ്റി. ഏതാണ് നല്ല ഉപവാസം, ഏതാണ് ദൈവം ഇഷ്ടപ്പെടാത്ത ഉപവാസം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട്
ദൈവം പറയുന്ന, ദൈവത്തിൻ്റെ സ്വന്തം വാക്കുകൾ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല ഇന്ന് നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനെ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത് എന്ത്? ഹല്ലേലൂയ. മതി. ഇതിനെയാണോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പറയുന്നത്? എന്താ ഉപവാസം? ഉപവാസം എന്ന് പറഞ്ഞാൽ യു ആർ ഹംബ്ലിങ് യുവർ സെൽഫ്. ഹല്ലേലൂയ. 35-ാം സങ്കീർത്തനം 13-ാം വാക്യം ദാവീദ് പറയാൻ, ഞാൻ ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. 69-ാം സങ്കീർത്തനം 10-ാം വാക്യം ദാവീദ് പറയുന്നു, ഞാൻ ഉപവാസത്താൽ ആത്മതപനം, ഐ ഹംബിൾഡ് മൈസെൽഫ് ബൈ fasting. Hallelujah. You want to be restored? Humble yourself before the Lord. Hallelujah. ഈ ഭൂമിയിൽ നിങ്ങളെ താഴ്ത്താൻ ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. There's only one person who can make you humble. That's yourself. അത് നിങ്ങളാ. Nobody else can make you humble. വേറൊരാൾ നിങ്ങളെ ഹമ്പിൾ ആക്കിയാൽ, താഴ്ത്തിയാൽ അതിന് പറയുന്ന പേര് അപമാനം എന്നാണ്. ആമേൻ. അതിന് പറയുന്ന പേര് അപമാനം എന്നാണ്. He is humiliating you. The only person that can make you humble is yourself. So if you want to humble yourself before the Lord, the word of God says, fast in His presence. Hallelujah. Come before Him with humility. Honor Him. Obey His words. Hallelujah. Okay, അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ ബ്രദർ. 6-7 വാക്യങ്ങൾ. അന്യായ ബന്ധനങ്ങളെ ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഉപവാസം. ഓക്കെ, ഇനി ഇഷ്ടമുള്ള ഉപവാസത്തെക്കുറിച്ച് കേൾക്കാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? മതി ഒരു മിനിറ്റ്. നോ, ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് ഫാസ്റ്റിംഗ് ഐ വാണ്ട്. ഫ്രീ ദോസ് ഹു ആർ wrongly imprisoned. Hallelujah. Hallelujah. Free those who are wrongly imprisoned. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ജയിലിൽ പോയി അവിടെ അന്യായമായിട്ട് തടങ്കലിട്ടിരിക്കുന്ന ആൾക്കാരെ പുറത്താക്കാൻ. നോ. There are a lot of people under bondage. പിശാച് കെട്ടിയ നുകത്തിൻ്റെ, പിശാചിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന അനേകരുണ്ട്. You need to free them. Hallelujah. You need to free them. ഞാൻ ന്യൂ ഇയറിന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഈ ഇളയ സഹോദരനെ മടക്കി കൊണ്ടുവരുന്നതിനകത്ത് ഇളയ സഹോദരന് യാതൊരു ചെലവുമില്ല. He got it free. But somebody had to pay the price. Somebody had to pay the price. And that was the elder brother. Right? ആ കഥയ്ക്കകത്ത് elder brother അത് ചെയ്തില്ല. പക്ഷേ യേശുക്രിസ്തു എന്ന യഥാർത്ഥ true elder brother paid the price for us. Hallelujah. ഞാനൊരു ഒരിടത്ത് ഇങ്ങനെ വായിക്കും, ഒരു സ്ത്രീ ഇങ്ങനെ സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുകയാണ്. അപ്പോൾ അവരോട് ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ദിസ് ഈസ് ഓൾ ഫ്രീ ഫോർ യു, അല്ലേ, ഇതെല്ലാം നിനക്ക് സൗജന്യമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അവർ ചോദിച്ചു, കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ഇറ്റ്സ് വെരി സ്കാരി, അത് കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ, നിങ്ങളാണ് ആദ്യമായിട്ട് സുവിശേഷം കേട്ടിട്ട് പേടിയാവുമെന്ന് പറയുന്നത്. ഇറ്റ്സ് ഗുഡ് ന്യൂസ്, റൈറ്റ്? വൈ ആർ യു സോ സ്കാർഡ്? അവർ പറഞ്ഞു, ഇതിപ്പം ഞാൻ രക്ഷ പ്രാപിക്കുന്നത് എൻ്റെ എന്തെങ്കിലും നന്മ കൊണ്ടാണെങ്കിൽ, ഞാൻ ചെയ്ത എന്തെങ്കിലും നല്ല പ്രവൃത്തിയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് രക്ഷ കിട്ടിയതെങ്കിൽ എനിക്കൊരു റൈറ്റ് ഉണ്ട്. റൈറ്റ്? ഇപ്പം നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, അല്ലേ?
ടാക്സ് കൊടുക്കുമ്പോൾ നമ്മൾ നാട്ടിൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ ടാക്സ് കൊടുക്കുമ്പം നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ റോഡ് നല്ലല്ലെങ്കിൽ നമ്മളെന്ത് പറയുന്നത്? ഞാൻ ടാക്സ് കൊടുത്തിട്ട് ഇതാ എനിക്ക് കിട്ടുന്നത്, ദിസ് ഈസ് വാട്ട് ഐ ഗെറ്റ്, റൈറ്റ്? അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പം വി ആർ എക്സ്പെക്ടിങ് സംതിങ് ബാക്ക്. കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം. ബട്ട് വി എക്സ്പെക്ട് certain things back, right? എന്താണ്? ബിക്കോസ് ഐ ഡിഡ് സംതിങ്. അതിൻ്റെ ഞാൻ തിരിച്ചു ചോദിക്കുന്നത് അതിനനുസരിച്ചാണ്, അല്ലേ? ഞാൻ ടാക്സ് കൊടുക്കുന്നതിൻ്റെ അനുസരിച്ചാണ് എനിക്ക് തിരിച്ചു കിട്ടേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നതിന് അനുസരിച്ചാണ് എനിക്കൊരു കാര്യം കിട്ടുന്നതെങ്കിൽ ഞാൻ കൊടുക്കുന്നതിനൊരു പരിമിതിയുണ്ട്, അല്ലേ? എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രയും കൊടുത്താൽ മതി. ബട്ട് തിങ്ക് അബൌട്ട് വാട്ട് ഗോഡ് ഹസ് ഡൺ. The infinite price Jesus paid to redeem us. Amen? The infinite price, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വില കൊടുത്താണ് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. Hallelujah. Our elder brother Jesus paid the ultimate price and it is free. Okay? That is the good news. Hallelujah. ഇനി എൻ്റെ മറ്റേ വശം ഒന്ന് ചിന്തിച്ചു നോക്കി. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദി ഓപ്പോസിറ്റ് സൈഡ്. ഐ ഗോട്ട് സച്ച് എ വണ്ടർഫുൾ ഗിഫ്റ്റ് ഫോർ ഫ്രീ, റൈറ്റ്? അങ്ങനെയെങ്കിൽ ദൈവം എന്നോട് ഇതിന് പകരം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എനിക്കിതെങ്ങനെ കൊടുത്തു തീർക്കാൻ പറ്റും? How will I ever pay this back? How can I ever pay this back? If I have to do something for this, what will satisfy the price? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Can we ever pay this? ദൈവം ഒന്നും ചോദിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. But can we ever give this back? Can you think about what we will have to give for such a wonderful gift? It's scary. Hallelujah. Somebody has to pay the price. Somebody has to pay the price. There are a lot of people who are imprisoned. Who is going to get them out? Me. It is my responsibility. You can't run away from that. Hallelujah. Free those who are wrongly imprisoned. Lighten the burden of those who work for you. Let the oppressed go free. Remove the chains that bind people. Share your food with the hungry. Give shelter to the homeless. Give clothes to those who need them. And do not hide from relatives who need your help. This is the fast that I want. Hallelujah. Hallelujah. When you fast, നിങ്ങൾ ഭക്ഷണത്തിൻ്റെ you save that money that you spend for food, right? You don't have to spend for food when you are fasting. അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? രാവിലെ ഉച്ചയും കഴിച്ചില്ലെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്ത് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? Then what is your faith fasting for? Who is your fasting for? To satisfy your self-ego, your ego? ഞാൻ ഫാസ്റ്റ് ചെയ്തെന്ന് പറയാനോ? Amen? This is the fast that I want. Next. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? Hallelujah. ഇങ്ങനെ ചെയ്താൽ, when you do this fasting correctly, അപ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത വാക്യം. അപ്പോൾ നിന്റെ വെളിച്ചം, then your salvation will come like the dawn and your wounds will quickly heal. Your godliness will lead you forward and the glory of the Lord will protect you from behind. When you
fast properly. Hallelujah. Next verse. അപ്പോൾ നീ വിളിക്കും, യഹോവ നിനക്ക് ഉത്തരമരുളും. അപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. Hallelujah. Then when you call, the Lord will answer. Yes, I am here. He will quickly reply. When you humble yourself with fasting, when you do it properly, then your restoration will come. Hallelujah. Hallelujah. ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയാ? എനിക്ക് ഒരു ഇല്യൂഷൻ വല്ലതും ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്നുള്ള. I don't see any response. Hallelujah. Then this will happen. Hallelujah. ഇനി അവിടെ വേറെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. Remove, same verse. Remove the heavy yoke of oppression. Remove the heavy yoke of oppression. You know what this talks about? സമയമില്ല പറയാൻ. It talks about legalism in one short word. Legalism. Amen. 2, stop pointing your finger. Criticism. And spreading vicious rumors. Blabbering. Hallelujah. Stop this. Stop criticizing. Stop legalism. And stop spreading vicious rumors. Amen. Next verse. Feed the hungry, help those in trouble. Then your light will shine out from the darkness, and the darkness around you will be bright as noon. Amen. Hallelujah. Then the brightness around the darkness around you will be bright as noon. The Lord will guide you continually, giving you water when you're dry and restoring your strength. You will be like a well-watered garden, like an ever-flowing spring. Some of you will build. Hallelujah. Some of you will rebuild the deserted ruins of your cities. Then you will be known as the rebuilder of walls and restorer of homes. മലയാളത്തിൽ വായിക്കണോ? നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറയെ കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനമാക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. Hallelujah. This is true restoration. Hallelujah. And what was your response to get this? Pray and fast. True fasting. Hallelujah. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൈ പിടിച്ചിരിച്ച് ദൈവത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് അടങ്ങൂ എന്ന് പറയുന്നത് ചെയ്യുന്നതല്ല ഉപവാസം. It is just telling God, I am with you in this. I know you have done this. You have healed me. Right? You have already healed me. And I trust in you. I receive that healing. I believe in you. That is the only response that is needed from you. And that is what Prophet Isaiah is talking about. Hallelujah. Hallelujah. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ മുഴുവൻ we see God restoring his people. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലേക്ക് വരാൻ എനിക്ക് സമയമില്ല. പഴയ നിയമത്തിലെ മുഴുവൻ ആളുകളെ നമ്മൾ നോക്കിയാൽ അവരെയൊക്കെ ദൈവം എങ്ങനെ യഥാസ്ഥാനപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം
9-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണയിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിനും ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ച് എൻ്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞു എന്തെന്നാൽ. മതി. ദാനിയേല് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് യിരെമ്യാ പ്രവചന്റെ പുസ്തകം കൊണ്ടു. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇസ്രായേൽ പ്രവാസത്തിലാണ്, 70 വർഷം അവർ പ്രവാസത്തിലായിരിക്കും, അത് കഴിഞ്ഞ് അവരെ മടക്കി വരുത്തും. അപ്പോൾ ഏതാണ്ട് 70 വർഷം ആകാറായി. ദാനിയേലിന് കൊട്ടാരത്തിലൊക്കെ അല്ലേ ഇരിക്കുന്നത്, കാലിൻ്റെ മേൽ കാലും വെച്ചിട്ട് എന്നാൽ പിന്നെ നടക്കട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം പോലെ 70 വർഷം ആവാറായല്ലോ അല്ലേ, അതങ്ങ് ചെയ്തോളും എന്ന് പറഞ്ഞ് ദാനിയേൽ വെറുതെ ഇരിക്കുകയല്ല. ദാനിയേൽ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് 70 വർഷം കഴിയുമ്പോൾ നീ നിന്റെ ജനത്തെ തിരികെ നടത്തും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ്. ദൈവം ചെയ്യുന്നത് തൻ്റെ നാമത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഹി വിൽ ഡു ഇറ്റ്. പക്ഷെ കർത്താവേ, ഹല്ലേലൂയ, ഐ വാണ്ട് ടു ബി ഇൻ ദിസ് വിത്ത് യു. ഹല്ലേലൂയ, ഐ വാണ്ട് ടു ബി ഇൻ ദിസ് വിത്ത് യു. ഞാൻ രട്ടുടുത്ത്, എൻ്റെ മുമ്പത്തെ വാക്യം, ഞാൻ രട്ടുടുത്ത് അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണയിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. Hallelujah. Are you ready to do this? Hallelujah. There has to be a response from our side. If you want to be restored, start praying. Get your promise from the word. Start praying. Start a fast. God, I am with you in this. I know you're going to do this. And I agree with your word. And I will stand for you. Amen. അടുത്തത് എസ്രാ പ്രവചനം, എസ്രാ ശാസ്ത്രിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെ. അനന്തരം ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അവഹ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞങ്ങൾ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. ഈ കഥ മുഴുവൻ പറയാൻ സമയമില്ല. എസ്രാ ശാസ്ത്രി പ്രവാസത്തിലിരുന്ന ആളുകളെ കൊണ്ട് യെരൂശലേമിലേക്ക്, ഇസ്രായേലിലേക്ക് തിരിച്ചു പോവുകയാണ്. രാജാവായിട്ടുള്ളൊക്കെ നല്ല കണക്ഷനാണ്. രാജാവ് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകണം, കുഴപ്പമില്ല, നീ നിങ്ങളുടെ ആൾക്കാരെല്ലാം കൊണ്ടുപോയിക്കോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴി ഇച്ചിരി ദുർഘടം പിടിച്ച വഴിയാണ്, ഒത്തിരി കള്ളന്മാരൊക്കെ പതിയിരിക്കുന്ന സ്ഥലമാണ്, കൊള്ളക്കാരുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുള്ളതാണ്, ഞാൻ നിൻ്റെ കൂടെ കുറച്ച് പടയാളികളെയും കൂടെ അയക്കട്ടെ. അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആമേൻ. ഞങ്ങളുടെ ദൈവത്തിന് ഇവരിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും എന്നൊക്കെ പറഞ്ഞ് വാചകമൊക്കെ അടിച്ചിട്ടാണ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങി വഴിയിലെത്തിയപ്പോഴാണ് ഇവർക്ക് പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. ആമേൻ. ഇവരെ പതിയിരുന്ന് കൊല്ലാൻ, ഇവരെ തകർക്കാൻ ശത്രുക്കളുണ്ട്, കൊള്ളക്കാരുണ്ട്, മറ്റ് പല അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഇവരുടെ മുമ്പിൽ 2 ചോയ്സുണ്ട്. ഒന്ന്, ഈ രാജാവിന് മുമ്പിൽ ചെന്ന് തിരിച്ചെന്ന് പറയാം, രാജാവേ, ഞങ്ങൾക്ക് കുറച്ച് പടയാളികളോടെ തരണം. ആമേൻ. പറഞ്ഞാൽ ഈ പുള്ളി നേരത്തെ പറഞ്ഞ സാക്ഷ്യം തീർന്നു അല്ലേ. മുമ്പ് വലിയ പാചകമൊക്കെ അടിച്ചാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ രാജാവിന് മുമ്പിൽ തിരിച്ചെന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യം തീർന്നു. ചോയ്സ് നമ്പർ 2 ഈസ് ടു പ്രേ ടു ഗോഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു.
Hallelujah. I think I have to stop here now. Hallelujah. Praise God. You see how powerful your fasting is? Do you want to be restored? Humble yourself before the Lord and He will hear your prayers. Hallelujah. He will do miracles for you. He's waiting for this to be done in your life. He's only waiting for your response. Hallelujah. Shall we all pray? Hallelujah. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ പകൽക്കാലം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തം ഇത് ഞങ്ങളുടെ പുനഃസ്ഥാപനത്തിന്റെ വർഷം ആയിരിക്കും എന്നുള്ളതാണ്. കർത്താവെ, അത് അങ്ങ് ചെയ്യുന്നത് അങ്ങയുടെ നാമമഹത്വത്തിനാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആൻഡ് യു വിൽ ഡു ഇറ്റ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങ് അത് ചെയ്യുമ്പോൾ അതിൽ കർത്താവെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഇട നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ അതെത്ര വലുതാണെങ്കിലും ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അവൻ ഞങ്ങൾക്ക് ഉത്തരം തരും എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ച എല്ലാ വാഗ്ദത്തങ്ങളും അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വർഷം യഥാർത്ഥത്തിൽ അവർക്കൊരു റെസ്റ്റോറേഷന്റെ വർഷമായി മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.